നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ലോകസമാധാനം ഉറപ്പാക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന രാജ്യം എന്നൊക്കെയാണ് എല്ലാ കാലവും അമേരിക്ക അവകാശപ്പെടുന്നത്. ലോകത്തെവിടെയും കയറി ഇടപെടുന്നതിന് അമേരിക്ക പറയുന്ന ന്യായീകരണവും ഇതൊക്കെ തന്നെയാണ്. ലോകത്തിൻ്റെ സമാധാനം, സുരക്ഷ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ഏറ്റെടുത്തോടെ ലോകത്തെ സർവ്വ പ്രശ്നങ്ങളിലും തർക്കങ്ങളിലും നേരിട്ട് ഇടപെടാൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ സാധ്യമാക്കിയതുപോലും താനാണെന്നൊക്കെയാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇത് അദ്ദേഹം പലതവണ ഉന്നയിക്കുകയും ചെയ്തു. ലോകസമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് വാദിക്കുന്ന ട്രംപ് തന്നെയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രയേലിന് വേണ്ടി ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾക്കു നേരെ ബോംബിട്ടത്. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളിലേക്കാണ് B-2B ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ദൗത്യം വിജയകരമാണെന്നും സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ട്രംപ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നയതന്ത്ര നീക്കം നടത്താതെ ഒരു ഭാഗം ചേർന്ന് മറ്റൊരു രാജ്യത്തെ ബോംബിട്ട് തകർത്തതാണോ അമേരിക്കയുടെ സമാധാന ശ്രമം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഈ വിഷയത്തിൽ ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, അമേരിക്ക ഇതുവരെയും 2 ആഴ്ചത്തെ സമയമുണ്ട്, അതൊരു നയതന്ത്ര നീക്കത്തിലാവും, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നൊക്കെയാണ് ലോകം വിചാരിച്ചത്. പക്ഷേ അമേരിക്ക ഇന്നലെ രാത്രിയിൽ ഇറാനിലെ 3 ആണവ നിലയങ്ങൾക്ക് നേരെ വലിയ മാരകശേഷിയുള്ള ബോംബൊക്കെ വർഷിച്ചിരിക്കുന്നു. അമേരിക്ക പറയുന്നത് ഇതെല്ലാം ലോക സമാധാനം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് എന്നൊക്കെയാണ്. എങ്ങനെയാണ് അമേരിക്കയുടെ ഇടപെടലിനെ താങ്കൾ കാണുന്നത്? നമസ്കാരം കിരൺ സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ ലോക പോലീസാന്ന് പറയപ്പെടുന്ന ട്രംപ് ഈ രാത്രി ജനങ്ങൾ കിടന്ന സമയത്താണ് അവിടെ ഇടുന്നത്. ഇറാന്റെ അകത്ത് ഇറാൻ പകലാണെങ്കിലും നേരം വെളുക്കുന്ന സമയത്താണ് ഇടുന്നത്. പക്ഷെ അത് അങ്ങേയറ്റം ദൗർഭാഗ്യമായിപ്പോയി. ആ ഹീനമായ നടപടിയാണ് ചെയ്തത്. പക്ഷെ ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇന്ത്യയിൽ കാലുകുത്താൻ അനുവദിക്കരുത്. കാരണം പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധമുള്ള ഒരു പ്രസിഡന്റാണ് അമേരിക്കയിലുള്ളത്. ആ അമേരിക്കൻ പ്രസിഡന്റിനെ ആണ് ഈ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോ അമേരിക്കയും ഇന്ത്യയും എന്നും ബന്ധമാണെന്ന് പറയുന്ന ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഒരിക്കലും കാലുകുത്താൻ അനുവദിക്കരുത്. ഈ അങ്ങേയറ്റം ദൗർഭാഗ്യമാണ് ഇറാന്റെ അണുവായുധം. ഇന്ന് മനോരമ ന്യൂസിൽ ഞാൻ കേട്ടു, ഇന്ത്യ ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ അക്രമവും അമേരിക്കയുടെ അക്രമവും അവർ ഭയങ്കര ആഘോഷിക്കുക, സന്തോഷിക്കുക. കാരണം അത് ഒരിക്കലും പാടില്ല. കാരണം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകർ ഇത്രയും നമ്മൾ അത്ര വിഷയങ്ങളിലേക്കല്ല തൽക്കാലം ശ്രീ സൂപ്പി കടക്കുന്നത്. നമുക്ക് ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ലോകത്ത് മുഴുവൻ സമാധാനം ഉറപ്പാക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെയാണ് അമേരിക്കയുടെ ഒരു ഭാവം. ഈ അതേ അമേരിക്ക തന്നെയാണ് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് മേൽ ഇപ്പോൾ ബോംബ് വർഷിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ലോക സമാധാനത്തിനാണ് എന്നാ പറഞ്ഞത്. ലോക സമാധാനത്തിനല്ല, ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനാണ് ആ ചങ്ങായി നോക്കുന്നത്. ലോകം മുഴുവൻ നശിപ്പിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ നമ്മളെല്ലാവരും അയാളിൽ ഇങ്ങനെ വന്ന് വീണ് പോകും. കാരണം ഇപ്പൊ നമ്മളാളായിട്ട് ലോകം പറയണമെന്ന്, അപ്പൊ അയാളെ വിശ്വസിക്കാൻ പറ്റൂല. അത്രയും മോശപ്പെട്ട ആളാ. ഇപ്പൊ മുൻ പറഞ്ഞാൽ ലോക പോലീസ് തമ്മിയാ. എങ്ങനെയെങ്കിലും ലോകം നശിക്കട്ടെ എന്നുള്ളവർക്കും അവരെ ആയുധം കൃത്യമായിട്ട് വാങ്ങിക്കോട്ടെ എന്നുള്ളവർക്കും. അപ്പൊ അവർക്ക് ആയുധ കച്ചവടമാണ്. അപ്പൊ ആ ആയുധ കച്ചവടം ഇവിടെ ബോംബ് ഇട്ടാല് ബോംബ് കുറെ വേണം. അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബോംബ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങുമല്ലോ, അതിനും വേണ്ടി. അപ്പൊ ആദ്യം ആ പറഞ്ഞ ആള് നശിക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. ശ്രീ സന്തോഷ്, ഈ അമേരിക്ക ഈ ആണവ നിലയങ്ങൾ, ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇപ്പോൾ നടത്തിയ ബോംബ് വർഷം കൊണ്ട് ഇത് ഒരു സമാധാനം സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും സമാധാനം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പറഞ്ഞത് 2 ആഴ്ച ഞങ്ങൾ സമയം കൊടുത്തിട്ടുണ്ട് ഒരു ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ ട്രംപ് ഇന്ന് കാണിച്ച് തീർത്തും ഒരു മോശമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഈ 2 ദിവസം മുമ്പാണ് നമുക്കറിയാം പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി വിരുന്ന് കൊടുത്തിട്ട് എനിക്ക് സമാധാനത്തിനുള്ള നവസമാനം വേണമെന്ന് പറഞ്ഞ ഒരാളാണ്.
എന്നിട്ട് അയാൾ പറഞ്ഞു, നമ്മളെ ഈ നാട്ടിൻപുറത്ത് കുട്ടികളൊക്കെ കളിക്കുമ്പോൾ പറയും അവൻ എന്നോട് കൂട്ടില്ല, അവൻ എനിക്കത് തരൂല എന്ന് പറയുന്ന അയാൾ പറഞ്ഞത്. എനിക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു, കിട്ടൂല, അവരെനിക്ക് തരൂല. എങ്ങനെ പറയുന്ന ഒരു ഡൊണാൾഡ് ട്രംപ്, ഒരു അമേരിക്കയുടെ പ്രസിഡന്റ്, ഇയാളെ എങ്ങനെയാണ് വിശ്വസിക്കുക? പിന്നെ ബെഞ്ചമിൻ തന്നെ ഞാൻ ഹോസ്പിറ്റൽ തകർത്തപ്പോ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇറാൻ കുറ്റകരമായി ചെയ്തെന്ന്. ഞാൻ ചോദിക്കട്ടെ, പാലസ്തീനിൽ എന്താണ് ഈ ഇസ്രായേൽ കാണിച്ചത്? ഈ ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കുന്നവരെ വെടിവെച്ച് കൊന്ന ബെഞ്ചമിൻ നെതന്യാഹു അല്ലേ? ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കലും രാഷ്ട്രത്തിന്, ആ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടിയല്ല, അയാളുടെ അവിടുത്തെ ഇത് കുറഞ്ഞപ്പോ അയാളുടെ ക്രെഡിറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തത്. തീർത്തും തെറ്റാണ്. അമേരിക്ക ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപ് കൂടി ചേർന്നുണ്ടോ തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ പ്രദീപ്, അമേരിക്കയുടെ എല്ലാ കാലത്തെയും അവകാശവാദം ലോകത്തെവിടെയും ഇടപെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ലോകത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നതാണ്. അതേ ആ രാജ്യം തന്നെയാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ 3 ആണവ നിലയങ്ങൾക്ക് നേരെ ബോംബ് വർഷിച്ചിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം മിസ്റ്റർ കിരൺ, അമേരിക്ക എന്നൊരു രാജ്യത്തിന് വ്യക്തമായ ഒരു അജണ്ട ഉണ്ട് എന്ന് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ഈ പ്രോഗ്രാം വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. യുദ്ധത്തിന് മുന്നേ അമേരിക്ക 2016 മുതൽ ഇറാനെ ആക്രമിക്കാനുള്ള സകല പദ്ധതികളും പ്ലാൻ ചെയ്തതാണ്. ഇസ്രയേലിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് പോലും അമേരിക്കയാണെന്നേ. അത് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങൾക്കും അത്യാവശ്യം അറിയാവുന്നവർക്ക് അറിയാം. അമേരിക്ക ഒരിക്കലും ഒരു മുസ്ലിം രാജ്യത്തിന്റെയും സുഹൃത്തായിരിക്കില്ല. കാരണം അമേരിക്കയ്ക്ക് അറിയാം, ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിന്റെ കയ്യിൽ അണുവായുധം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്റെ നേരെ വരുമെന്ന് വ്യക്തമായി അറിയാം. പിന്നെ വ്യക്തപരമായി എന്റെ അഭിപ്രായത്തിലും ഏതെങ്കിലും ഒരു തീവ്രവാദികളുടെ കയ്യിൽ ഇത് ചെന്നിരുന്നെങ്കിൽ ഈ അമേരിക്ക ഇത്രയും അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് ഇത് തീവ്രവാദികൾ ഉപയോഗിച്ചാൽ, അറിയോ, കാശ്മീരിൽ ഉപയോഗിച്ചാൽ അവര്. കാരണം ഈ തീവ്രവാദികളുടെ മറ്റ് ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആണവായുധങ്ങൾ, അവരാരും ഉപയോഗിക്കത്തില്ല. ഇറാൻ മാത്രമേ ഇങ്ങനെ ആണവായുധം ഉണ്ടാക്കിയാൽ മറ്റുള്ളവർക്ക് ഭീഷണിയാവുന്നുള്ളൂ എന്നാണോ? ഈ ബാക്കി രാജ്യങ്ങളുടെ കയ്യിൽ, ഈ ഇസ്രയേലിന്റെ പക്കലും ഉണ്ടല്ലോ ആണവായുധങ്ങൾ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യത്ത് കയറി ഈ ആക്രമണമൊക്കെ നടത്തുന്ന രാജ്യമല്ലേ ഇസ്രയേൽ. അപ്പൊ ഇസ്രയേൽ അത് ഉപയോഗിക്കത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? നോക്ക് കിരണേ, നമ്മൾ ചരിത്രം നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും ഇപ്പോഴും ഇസ്രായേൽ ചെയ്യുന്നത് നിലനിൽപ്പിന്റേതാണ്. നിലനിൽപ്പിന്റെ ലോകത്തെ എല്ലാ രാജ്യത്തും കയറി ആക്രമണം നടത്തുന്നതാണോ നിലനിൽപ്പിന്റെ കളി? നോക്ക് ഞാനൊന്ന് പറഞ്ഞ പെട്ടെന്ന് നിർത്താം. സ്വാതന്ത്ര്യം കിട്ടി അടുത്ത ദിവസം യുദ്ധം നടന്ന ഒരു രാജ്യമാണ്, അത് 6 രാജ്യങ്ങളോട് കൂടി. എപ്പോഴും വേണോ അവനെ തീർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ചുറ്റുപാട് ശത്രുക്കൾ ഇരിക്കുന്നത്. എന്ത് അവരുടെ കയ്യിൽ ആണുവതയുണ്ട്, എന്ത് അവരിട്ടില്ല. പക്ഷെ ഇറാൻ രഹസ്യമായി 17 സ്ഥലങ്ങളിലാണ് യുറേനിയം ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു AVP മാർച്ചിലെ ഒരു സംഘർഷം, അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് പറയും. ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ പ്രതിഷേധിച്ച ABP പ്രവർത്തകരെ മർദ്ദിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ABPയുടെ മാർച്ച്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു, എന്താണ് വിശദാംശങ്ങൾ? കിരൺ, ഒരു 30 പേരിൽ താഴെ മാത്രമാണ് പ്രതിഷേധവുമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയത്. പക്ഷേ അവിടെ പോലീസ് ബാരിക്കേഡ് തീർത്ത് പ്രതിഷേധക്കാരെ തടയുകയായിരുന്നു. പക്ഷേ പോലീസിന്റെ ബാരിക്കേഡ് ഇളക്കി മാറ്റാനായി പ്രതിഷേധക്കാർ നടത്തിയ ശ്രമമാണ് പോലീസുമായുള്ള സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. ബാരിക്കേഡ് ഇളക്കി മാറ്റാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ശക്തമായി ജലപീരങ്കി പ്രയോഗിച്ച് നേരിട്ടു. പക്ഷേ ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് സംഘടിച്ച് അതിന് മുകളിൽ കയറി കൊടിനാട്ടാൻ ശ്രമിച്ചതോടെയാണ് പോലീസുമായുള്ള ഉന്തും തള്ളും ആരംഭിച്ചത്. തുടർന്ന് കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം നടത്തുകയായിരുന്നു. ഇപ്പോൾ പകുതിയിലേറെ പ്രവർത്തകരെ പോലീസിന്റെ ബസ്സിൽ ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന ഏതാനും പേരെ കൂടി അല്പസമയത്തിനകം ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കും. ഡാനാണ് വിവരങ്ങൾ നൽകിയത്. ABPയുടെ പ്രതിഷേധമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. നമുക്ക് വീണ്ടും പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്.
ബോംബിട്ടാണോ അമേരിക്ക സമാധാനത്തിന് ശ്രമിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിനോയാണ് കൊല്ലത്തു നിന്ന് ചേരുന്നത്. ശ്രീ ബിനോയ്, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയാണ് എല്ലാ കാലത്തും അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ഇറാൻ്റെ 3 ആണവ നിലയങ്ങൾക്ക് നേരെ ബോംബിട്ടുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ അതും പറയുന്നത്. ഇനി നിങ്ങൾ സമാധാനത്തിലേക്ക് വന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാവും എന്നൊക്കെയാണ് അമേരിക്ക രാജ്യത്തോട് പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. സത്യത്തിൽ ഈ ട്രംപ് ഇന്നലെ ചെയ്തത് ഒരിക്കലും ഈ ലോകത്ത് പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ്. ട്രംപിന്റെ പാർലമെന്റിൽ പോലും ഇത് അദ്ദേഹം ചർച്ച ചെയ്യുകയോ പാർലമെന്റിലുള്ളവരെ അറിയിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു യുദ്ധ കൊതിയനെ പോലെയാണ് അദ്ദേഹം ചെയ്തത്. അതായത് നിരപരാധികളെ കൊല്ലരുതെന്ന് നമ്മൾ എല്ലാവരും പറയുമ്പോഴും ആ നിരപരാധിയായ രാജ്യത്തിനെ ഉപദ്രവിക്കാൻ നോക്കുന്ന ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ അപമാനമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ട്രംപുമായി സംസാരിച്ചു, നിങ്ങൾ ഇതിനൊരു മധ്യസ്ഥത വഹിക്കണം. അപ്പോൾ പറഞ്ഞു, മധ്യസ്ഥതയൊന്നും ഞാൻ വഹിക്കുന്നില്ല, നമുക്ക് 12-14 ദിവസം കഴിഞ്ഞ് നമുക്കിത് എന്താണെന്ന് നോക്കാമെന്ന് പറയാതെ ഒന്നും പറയാതെ തന്നെ 37 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് അപ്പോഴും അവരുടെ യുദ്ധവിമാനം ഇറാനിലോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ലോകത്തിനോട് വിളിച്ചു പറയാതെ വളരെ രഹസ്യമായി 37 മണിക്കൂർ യാത്ര ചെയ്ത് ഇറാനിൽ വന്ന് ഈ ബോംബിട്ടത് ലോകത്ത് ആർക്കും ഇത് അദ്ദേഹത്തിനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ലോക പോലീസ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇപ്പോൾ ട്രംപ് കാണിച്ചത് ഒരു യുദ്ധക്കൊതി തന്നെയാണ്. കാരണം ഇന്നലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു, സമാധാനമായിട്ടത് നമുക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു നമുക്ക് നോക്കാം, വരട്ടെ കാണട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ട്രംപ് അല്ല അമേരിക്കയുടെ പ്രസിഡന്റ്, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കില്ല. കാരണം ട്രംപിന് തന്നെ അറിഞ്ഞൂടാ ട്രംപ് എന്താണ് ചെയ്യുന്നതെന്ന്. സത്യത്തിൽ ട്രംപിന് അറിഞ്ഞൂടാ. ട്രംപ് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഇത് തീർച്ചയായിട്ടും ഈ ലോകത്തോട് ചെയ്യുന്ന മര്യാദയില്ലാത്ത ഒരു കാര്യം തന്നെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന് ചേരുന്നത്. ശ്രീ ദിവാകരൻ, ഈ അമേരിക്കയുടെ ഇടപെടൽ ഒരു ആത്മാർത്ഥമായ ഒരു സമാധാനത്തിനുള്ള ശ്രമമായി താങ്കൾ കാണാനാവുമോ? നമസ്കാരം സാറേ. നമസ്കാരം. ആത്മാർത്ഥത, അയാള് സ്റ്റെബേൺ ക്യാരക്ടറില്ല, അയാളെ മുൻഗാമിയല്ലേ 1945 പിന്നെ ഹിരോഷിമ നാഗസാക്കിയില് ജപ്പാനിൽ അതിന്റെ ദോഷം കാണിക്കുന്നില്ല. ഒരു മനുഷ്യത്വം വേണ്ട ഇല്ലല്ലോ. ഇതെല്ലാം മനുഷ്യൻ നരാധരന്മാർ ഒരു മനുഷ്യരിൽ കൊണ്ടുവരുന്ന അത്രയാളെ കഠിന പ്രയത്നം ഒരു ബിൽഡിംഗ് എല്ലാം പോകുകയും പിന്നെ ആ ആകെ സാമ്പത്തികമായി നയിക്കില്ല. ലോകരാഷ്ട്രങ്ങൾ ശരിയാക്കും. ഇങ്ങനെ കളിച്ചാൽ ഇതിന്റെ വോട്ട് കൊടുത്ത പിന്നെ മറ്റുള്ള കൂട്ടരൊക്കെ അവരൊക്കെ ആദ്യം ഇതിനൊന്നും വിവരമില്ല. ഈ ഇങ്ങനെയുള്ള മാഡ് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള ഇയാളെ മുഖം കണ്ടാൽ തന്നെ ഫേസിസ് മിറർ ഓഫ് ദ മൈൻഡ് മുഖം കണ്ടാൽ തന്നെ തിരിയില്ല. സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള കളിയല്ലേ കളിക്കുന്നത്. ഒറ്റപ്പെട്ട് ഇന്ത്യന്റെ ഭാഗം ഇയാൾ മുട്ടനാട്ടിന്റെ തമ്മാമൽ അടുപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന കളി. എന്നിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ വരക്കും. ഒരു ശാന്തി സമാധാനം വേണം. മനുഷ്യനല്ലേ ഒരു അത്രയില്ലേ ആയിട്ടുള്ളൂ. നമ്മള് എത്ര പിന്നെ ആ ഒരു ജീവിതം പിന്നെ ഇപ്പം കുറെ മയപ്പാറ്റ ചാകുന്ന പോലെ കുറെ ചത്ത് മറ്റേ ഇത് കോവിഡ് വന്നിട്ട്. മനുഷ്യന് സ്വന്തം മനുഷ്യനുണ്ടെങ്കിലല്ലേ മുഖം ചുമരില്ലെങ്കിൽ ചിത്രം ഇപ്പം കഴിയുക. ഏത് പിന്നെ സ്പേസിലും മറ്റേ അറ്റ്മോസ്ഫിയറിലും എവിടെ പോയാലും മനുഷ്യനുണ്ടെങ്കിലല്ലേ എല്ലാം കഴിയും. ഈ മനുഷ്യന് ഒരു എന്തെന്നാ ശാന്തി സമാധാനം രാജ്യത്തിന് കൊടുക്കണ്ടേ? ഇതുണ്ടെങ്കിലല്ലേ മനുഷ്യരുണ്ടെങ്കിലല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നടക്കും. ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇയാള് വഞ്ചകനാ. ആദ്യം തന്നെ പിന്നെ കരുതല്ലാതെ രാജാവ് പോലെ അയാളെ തെറിപ്പിച്ചിട്ട് പിന്നെ സ്ഥാനം കയറിയതാ. പിന്നെ വിവരമില്ലാണ്ട് വോട്ട് കൊടുത്തിട്ട് ഇയാളെ ജയിപ്പിക്കുക. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരൻ, നമുക്ക് ശ്രീ മോഹൻദാസാണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അമേരിക്ക ഇപ്പോൾ നടത്തിയ നീക്കം 2 ആഴ്ചത്തെ ഒരു നയതന്ത്ര വിൻഡോ പീരീഡ് ഒക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് കയറി ആക്രമണം നടത്തി, അത് അങ്ങനെ ഒരു ആക്രമണം കൊണ്ട് അവിടെ സമാധാനം പുലരാനാണോ കൂടുതൽ അവിടുത്തെ വിഷയങ്ങൾ വഷളാവാനാണോ സാധ്യത? ഇതിൽ ശബരിമലയ്ക്ക് മാറിയിട്ട് പോലെ ഉണ്ട് ശരിക്കും. എന്താണ് മോളുള്ള കറുപ്പ് കാണുമ്പോ ശരിക്കും എനിക്ക് തോന്നിയത് ഞാൻ സ്വാമി ശരണം പറയട്ടെ വിചാരിച്ച നമസ്കാരത്തിന് പകരം പറയാം. പറയാം. അപ്പൊ മറ്റേ ട്രംപ് എന്താ പറയാ, ഈ ആളുകളുടെ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് സിംഹത്തിന്റെ അടുത്ത് പോയതുപോലെയാണ് ഇപ്പൊ അങ്ങനെ ഉണ്ടാവണേ. ഈ ഇറാൻ മറ്റേ തീവ്രവാദ രാഷ്ട്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പാകിസ്ഥാനല്ലേ? പാകിസ്ഥാനിൽ നിന്ന് പോയിട്ട് ബിൻ ലാദൻ ഒളിപ്പിച്ചു വെച്ചത് പാകിസ്ഥാനിൽ നിന്നാണ്.
അവിടുന്ന് പോയിട്ടും അവരുടെ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചു പൊളിച്ചത്. അത് ഇയാളുടെ കാലത്തിന് മുമ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഒരിക്കലും നേരത്തെ പ്രേക്ഷകർക്ക് പറഞ്ഞാൽ ശരിയാണ്, ഒരിക്കലും അവർ വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ മധ്യസ്ഥത വയ്ക്കുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മോഹൻദാസ്, ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ഇടപെടൽ അത് പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ? എന്താണ് അതിനുള്ള സാധ്യത? അത് പോസിറ്റീവ് ആവില്ല, പിന്നെ നെഗറ്റീവ് ആവുള്ളൂ. കാരണം ഇപ്പൊ രണ്ട് ചെറിയ രാജ്യങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ നമ്മൾ സമാധാനപ്പെടുത്താൻ ചെല്ലുന്ന ആളുകൾ തന്നെ കയറി ഒരു ഭാഗത്തെ കയറി ആക്രമിക്കുകയും ഒരു ഭാഗത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമ്പ്രദായം അതൊരു മോശപ്പെട്ട ഒരു രീതിയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പന്ന രാഷ്ട്രമാണ്. പക്ഷേ ഏത് സമ്പന്ന രാഷ്ട്രമാണെങ്കിലും അവർ നീതിക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എപ്പോഴും നമ്മൾ സമാധാനത്തിന് നിൽക്കുമ്പോൾ കയറി അവിടെ ബോംബിട്ടുകൊണ്ടോ അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നുകൊണ്ടോ അല്ല സമാധാനം. രണ്ടു കൂട്ടരോടും ഒരേപോലെ പറയുകയും ഒരാളോട് മാത്രം നിർത്താൻ പറയുന്നത് ശരിയല്ലല്ലോ. അതൊരു നല്ല രീതിയല്ല. കാരണം അപ്പോ ഇത് ചെയ്യേണ്ട രാജ്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. ചെറു രാജ്യങ്ങളെ മുഴുവൻ കയ്യിലൊതുക്കാനാണ് ട്രംപിന്റെ ശ്രമം. എന്റെ അഭിപ്രായത്തിന് ചെയ്യുന്നത് എല്ലാ ചെറു രാജ്യങ്ങളും ഒതുക്കിയിരുന്നത് അമേരിക്ക കെട്ടടിക്കണമെന്നുള്ളത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? രണ്ട് രാജ്യത്തിനല്ല, എല്ലാ രാജ്യത്തിനോടും ഇസ്രായേല് കടുത്ത നടപടി നടത്തിക്കൊണ്ടിരിക്കും. ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ടല്ലോ സാർ, അത് പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. ഐക്യരാഷ്ട്രസഭ നിയന്ത്രിക്കേണ്ടത്. അതിന് പകരം ട്രംപിനും ഇസ്രായേലിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഐക്യരാഷ്ട്രസഭ നടത്തുന്നത്. യുദ്ധം ഒരു സമാധാനം തുടരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് നമുക്ക് വേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇടപെടൽ? ഈ സമാധാനം സൃഷ്ടിക്കാൻ ഏറ്റവും പ്രാപ്തമായ ഒരു രാജ്യം, അങ്ങനെ ഇടപെടാനൊക്കെ കഴിയുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഒരു പക്ഷം ചേർന്ന് മറ്റൊരു രാജ്യത്തിന് നേരെ മാരകമായ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പോലെ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളും ഗവൺമെന്റും പണ്ട് ഭൂമി രൂപം കണ്ട കാലം മുതലേ ഇറാൻ എന്ന രാജ്യം മനുഷ്യത്വമുള്ള രാജ്യമാണ്. ആ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യമാണ്. പക്ഷെ ഇപ്പോ ഈ അമേരിക്കയും ഇസ്രായേൽ നടത്തുന്ന സമീപനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. കാരണം അമേരിക്ക എന്തിനാണ് ഇപ്പൊ ഉപദ്രവിച്ചത്? എങ്കിൽ എവിടെല്ലാം അമേരിക്ക അടിക്കാമായിരുന്നു. അപ്പൊ അമേരിക്ക ഉദ്ദേശം എന്താണ്? ജനങ്ങൾക്ക് മനസ്സമാധാനം കൊടുക്കാനുള്ള രാജ്യങ്ങള്, പാവപ്പെട്ട കൊച്ചു ജനങ്ങളും കൊച്ചു മക്കളും വയസ്സായ വൃദ്ധരായ ജനങ്ങൾ ജീവിക്കുന്ന നമ്മൾ ഉൾപ്പെടെ ഇറാൻ ആയാലും ഇറാഖ്, ഇന്ത്യ എവിടെ ആയാലും മനസ്സമാധാനം കൊടുക്കുന്ന ഈ രാഷ്ട്രീയ അധികാരികളും ഈ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാരും അല്പ മനസ്സാക്ഷി വിചാരിച്ചു ഇത് മാറ്റേണ്ട കാര്യമുള്ളൂ. യുദ്ധം ഒരിക്കലും പരിഹാരമല്ല. ശരി, നമ്മുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. യുദ്ധം ഒരിക്കലും എന്തിനും പരിഹാരമല്ല എന്നുള്ളത് വളരെ വ്യക്തമായ പറഞ്ഞു. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നു, ഒരു രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കുന്നത് ശുദ്ധമായ തെമ്മാടിത്തരമാണ്. ഇയാൾ ആര്, വേൾഡ് തെമ്മാടിയോ എന്നൊക്കെ ചോദിക്കുന്നു. ജയകുമാർ, നമസ്കാരം. അതെ, അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അതിനുശേഷം പിന്നീട് ന്യൂ തിങ്കർ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള തുടങ്ങിയ മക്കൾ ചെയ്ത പണികൾക്ക് അച്ഛനായി ഇറാൻ അനുഭവിക്കുന്നു എന്ന് ന്യൂ തിങ്കർ പറയുന്നു. ശ്രീ ന്യൂ തിങ്കർ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഭീകര സംഘടനകൾക്ക് വളം നൽകുകയും വളർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലത്ത് ഈ ഇറാൻ അനുകൂലമായ നിലപാടും ഇറാഖ് വാറിൻ്റെ കാലത്തൊക്കെ അറിയാമല്ലോ, അവരുടെ അതിനനുകൂലമായ നിലപാടും ഒക്കെ ലോകത്തെ എല്ലാ ഭീകര സംഘടനകളുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ള രാജ്യം അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയ്ക്കല്ലേ ആ തരത്തിലേക്ക് തിരിച്ചടി ആദ്യം വേണ്ട രാജ്യം ആയി മാറുന്നത്? അങ്ങനെ കൂടി ചിന്തിക്കണ്ടേ? ന്യൂ തിങ്കർ എന്നൊക്കെ പേര് കൊടുക്കുമ്പോൾ ആ തരത്തിൽ കൂടി ചിന്തിക്കണ്ടേ? ഓൾഡ് തിങ്കിങ് മാത്രം പോരാല്ലോ. ശരി, ശ്രീ ഇസ്മയിലാണ് തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇസ്മയിൽ, തമിഴ്നാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുപ്പൂരിൽ നിന്നാണ് സാറേ. തിരുപ്പൂർ, ഓക്കെ. താങ്കൾ പറഞ്ഞോളൂ സാർ. ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് പറഞ്ഞാൽ, ഈ ഒരാഴ്ചയും കൂടി ആയിട്ടില്ല ഇറാനും ഇസ്രായേലും ആയിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട്. എത്ര മാസങ്ങളായി നമ്മുടെ ഗാസയിലെ മക്കൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ. ഏതെങ്കിലും ഒരു രാജ്യം അതിനെപ്പറ്റി കൂട്ടം കൂടി ഈ ട്രംപ് എന്ന് പറയുന്ന ഈ അമേരിക്കയെ പറയുന്ന അവർക്ക് ഇസ്രായേലിന് സഹായം ചെയ്യലാണ്ട് പാവപ്പെട്ട മനുഷ്യന്മാര് ഈ ഗാസയിലുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഒരു നല്ല വാക്ക് പറയാനോ ഈ ട്രംപിനോ മറ്റേ രാജ്യങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിലെ ജനങ്ങൾ മണ്ണ് കഴിച്ചിട്ട് അവർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് ഒരു ഭക്ഷണമില്ല, വെള്ളമില്ല, വൈദ്യുതി ഇല്ല, ആസ്പത്രി ഇല്ല, ഒന്നുമില്ല.
ഈ ചൈന പറയുന്ന രാജ്യം ഒരു തന്റെ ഇടത്തോടെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ഭക്ഷണങ്ങൾ അയച്ചിട്ട് അവിടെ കൊണ്ട് വിട്ടിട്ട് എന്റെ ഫ്ലൈറ്റിൽ നിങ്ങൾ തൊട്ടു നോക്കും അപ്പൊ വിവരം അറിയാവേണ്ടി വന്നു. ഈ അറബ് രാജ്യങ്ങളാകട്ടെ ഏതെങ്കിലും രാജ്യം ഈ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ പറയാനോ കഴിഞ്ഞില്ല. ഇന്ന് ഇസ്രായേലിനെ തൊട്ട് ഒരു 4 ദിവസം 5 ദിവസത്തിനുള്ളിൽ ഇത്ര രാജ്യങ്ങളൊന്ന് കൊക്കച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഈ ഗസയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചാ? അതും മനുഷ്യന്മാരല്ലേ, അതും ജീവനുകളല്ലേ. പച്ച പൈതലുകൾ മണ്ണ് വയറ്റുന്നതാണ് അവിടെ ജീവിച്ചിരിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ നമുക്ക് കണ്ണിൽ രക്തങ്ങൾ തന്നെ നമ്മുടെ രക്തങ്ങൾ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുകൂടി ആളുകൾ നമ്മുടെ പൊതുവേദിയെ കാണുകയും അതിലേക്ക് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ശ്രീ ഇസ്മായിൽ, ഇനിയും കാണുക, ഇനിയും ഇടയ്ക്ക് വിളിക്കുക. താങ്കളുടെ ശക്തമായ അഭിപ്രായങ്ങൾ മറ്റു മനുഷ്യരോട് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പൊതുവേദി. എന്തായാലും പ്രത്യേകം നന്ദി താങ്കൾക്ക്. ശ്രീ സുബിനാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ സുബിൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ആക്ച്വലി ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ്. ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഈ ഇസ്രായേൽ ഇറാൻ വാറിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇവിടെ ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു അനോളജി പറയാം. നമ്മുടെ വീടിനടുത്ത് ഉള്ള ഒരു അയൽപ്പക്കക്കാരൻ കുറച്ച് പട്ടികളെ, സ്ട്രേ ഡോഗ്സിനെ വിളിച്ചിട്ട് വളർത്തി അതിന് ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് വളർത്തിയിട്ട് നമ്മളെ കടുപ്പിച്ചാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആദ്യം ആ സ്ട്രേ ഡോഗ്സിനെ കൊല്ലാൻ നോക്കും. അതിനുശേഷം ഇതിനെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ യജമാനട്ട് 2 എണ്ണം പൊട്ടിക്കാനായിട്ട് ആരെങ്കിലും മടിക്കുമോ? താങ്കൾ പറഞ്ഞു വരുന്നത് ലെറ്റ് മീ കംപ്ലീറ്റ്. ഓക്കെ, ആരെങ്കിലും മടിക്കുമോ? ഇല്ല. ഇത് തന്നെയാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം ഇസ്രായേലിനെ ഹമാസ്, ഹൂത്തി ഈ തുടങ്ങിയ ഈ പ്രോക്സീസിനെ കൊണ്ടുവന്ന് അങ്ങോട്ടിട്ട് ആക്രമിച്ച ആരാ? അതിനുവേണ്ടി ഫണ്ട് ചെയ്ത ആരാ? അതിനുവേണ്ടി ഭക്ഷണം കൊടുത്ത ആരാ? അതിനുവേണ്ടി ചെലവിന് കൊടുത്ത ആരാ? ഇതെല്ലാം ഇറാനാണല്ലോ ചെയ്തത്. എന്നിട്ട് അവരെ എല്ലാം അടിച്ചൊതുക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാനിട്ട് 2 പൊട്ടീര് കൊടുത്തു. സംശയം ഞാൻ ശ്രീ സുബിനോട് ചോദിച്ചോട്ടെ. ഈ മറ്റുള്ളവർ ഇങ്ങനെ പട്ടികളെ വളർത്തി അവർ അതിനെ കൊണ്ട് കടിപ്പിക്കാൻ, സ്ട്രേ ഡോഗ്സിനെ കൊണ്ട് കടിപ്പിക്കാൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെ അതിനെ വളർത്തി ലോകത്താകമാനം വിട്ട് കടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ എന്താണ് അവകാശം? അങ്ങനെ കടിപ്പിച്ച ഒരു പശ്ചാത്തലം ഒന്ന് പറയും. എവിടെയാണ് ലോകത്ത് എവിടെയാണ്, ഏത് രാജ്യത്തിന്റെ സ്ഥലങ്ങളിലെല്ലാമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കല്ലേ ഗസയിലെ കൂട്ടക്കുരുതികൾ? ഞാനൊന്ന് പറയട്ടെ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കല്ലേ? ഇസ്രായേലിന്റെ ചരിത്രത്തെ കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. ഇസ്രായേൽ അങ്ങനെ ഒരു വിശുദ്ധമായ രാജ്യമാണ്. അവരുടെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി അവരങ്ങനെ സമാധാനകാംക്ഷിയുള്ള രാജ്യമാണെന്ന് താങ്കൾ ഏത് ചരിത്രം കണ്ടാണ് പറയുന്നത്? അല്ല, ഏത് ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രം താങ്കൾക്ക്? ഞാൻ ചോദിച്ചത് ഏറ്റവും സമീപകാല ചരിത്രം മുതലെടുക്കാം. രൂപീകൃതമായതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി എത്ര രാജ്യങ്ങളുമായിട്ടാണ് അവർ യുദ്ധം ചെയ്തത്? ആ ഹിസ്റ്ററി അറിയാമോ അങ്ങേക്ക്? ഇസ്രായേൽ ആയപ്പോൾ ഏറ്റവും അംഗീകരിച്ച ഏത് രാജ്യമാണെന്ന് അങ്ങേക്ക് അറിയാമോ? രണ്ടാമത്തെ രാജ്യം ഇറാനാണ്. അതാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ ശത്രുവായത് അത് പറയൂ. എന്ന് മുതലാണ്? ഇതേ ഇസ്രായേലും അമേരിക്കയും തന്നെയല്ലേ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നതിന് അങ്ങ് മറുപടി പറയുന്നില്ല. എന്റെ ചോദ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടാമത് അംഗീകരിച്ച് ഇറാൻ എന്നു മുതലാണ് ഇസ്രായേലിന് ശത്രുവായി മാറിയത്? എപ്പോൾ മുതലാണ്? പറയൂ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇറാനെ സംബന്ധിച്ച നിലപാട് ഇന്നോ ഇന്നലെ തുടങ്ങിയ നിലപാടല്ല. ഇറാനിൽ അധികാരമാറ്റമുണ്ടായ കാലം മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിനു ശേഷം മാത്രമാണ് ഇറാനെ ഇസ്രായേലിന്റെ ശത്രുവായിട്ടും ഇസ്രായേലിന്റെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല എന്നും പറഞ്ഞു വന്നിട്ടുള്ളത് ഇറാൻ ആദ്യമായിട്ട് വന്ന അന്നാണ്. ശരിയാണ്, അതെല്ലാം അവരുടെ നിലപാടാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞുതരാമോ? ശ്രീ സുബിൻ, പലസ്തീന് നേരെ ഇസ്രായേൽ സ്വീകരിക്കുന്നത് ഇതേ നിലപാട് തന്നെയല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് ഹമാസ് ഈ ബന്ദികളെ വിട്ടുകൊടുത്തില്ല? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ മിണ്ടാത്തത്? സുബിൻ, ഇങ്ങനെ വിഷയം മാറി മാറി പോകാതെ ഒരു കാര്യം മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വീകരിക്കുന്ന ഇസ്രായേലിന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ ഭീകരവാദികളെ വളർത്തുന്നു എന്ന് പറയാനുള്ള അവകാശമുള്ള രാജ്യമല്ല. അവർ ലോകത്താകമാനം ഇതൊക്കെ ചെയ്യുന്ന രാജ്യം തന്നെയാണ്. പറ്റത്തില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയകൾ ഇരട്ടത്താപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. 100% നിങ്ങളുടെ റിപ്പോർട്ടിംഗ് എല്ലാം അങ്ങനെയാണ്. നിങ്ങളുടെ എല്ലാവരും റിപ്പോർട്ടിംഗ് വൺ സൈഡ് റിപ്പോർട്ടിംഗ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ഞങ്ങൾ പുസ്തകം വായിക്കുന്നവരും ഹിസ്റ്ററി പഠിക്കുന്നവരും ഇസ്രായേലിന്റെ 4000 years of history നമുക്കറിയാം. ഓക്കെ, അത് അറിയാവുന്നവരാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാവരും നല്ലൊരു ശതമാനം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ ആളുകളെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ ആരുടെയും റിപ്പോർട്ടർ നിന്നല്ല അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.
ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളെല്ലാം ഇറാനിലുമുണ്ട്, ഇസ്രായേലിലുമുണ്ട്. ആ വാർത്താ ഏജൻസികളുടെയൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഒരു പക്ഷത്ത് നിൽക്കുന്നവർ മാത്രമല്ല, അവിടെ BBC ഉണ്ട്, അൽ ജസീറ ഉണ്ട്, റോയിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ ദയവ് ചെയ്ത് ശ്രീ സുബിൻ വായിച്ചിട്ട് അവരെല്ലാവരും കൂടി വൺ സൈഡഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിട്ടു. ഫണ്ട് മേടിക്കാത്ത എത്ര ചാനലുകൾ ഇന്ത്യയിലുണ്ട്? ആരുടെ ഫണ്ട് മേടിക്കാത്ത? ഏത് ഫണ്ടാണ് സാർ? ഏത് ഫണ്ടിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നത്? ഇഷ്ടം പോലെ ഏത് ഫണ്ടിന്റെ കാര്യമാണ് സുബിൻ താങ്കൾ പറയുന്നത്? പറയൂ. നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബേഴ്സിനെ പറയൂ, ഏത് ഫണ്ടിന്റെ കാര്യം പറയൂ. ഏത് ഫണ്ടിന്റെ കാര്യം പറയുന്നത്? പറയൂ. അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടത്തില്ല. ഏത് ഫണ്ടിന്റെ കാര്യം പറയൂ താങ്കൾ. ആര് ഫണ്ട് ചെയ്യുന്നത് താങ്കൾ പറയുന്നത്? ആരാണ് അഡ്വർടൈസ്മെന്റ് തരുന്നത്? അത് നോക്കിയാൽ പോരെ. ആര് കേരളത്തിൽ അഡ്വർടൈസ്മെന്റ് തരുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അഡ്വർടൈസ്മെന്റ് ഫണ്ട് ചെയ്യുന്നത്? താങ്കൾ ഒരു സാമാന്യ മര്യാദ അല്ലെങ്കിൽ സാമാന്യ വിവരമൊക്കെ വേണം. നിങ്ങൾ പറയുന്നത് ഇരട്ടത്താപ്പിനെ മാത്രമാണ്. ഞങ്ങൾ പറയുന്നത് ഇരട്ടത്താപ്പല്ല, താങ്കൾ പറയുന്നത് ഒരു വൺ സൈഡാണ്. താങ്കൾ അതാണ് താങ്കളുടെ പ്രശ്നം. ഇരട്ടത്താപ്പാണ്, വൺ സൈഡ് റിപ്പോർട്ടിംഗ് ആണെന്നുള്ളതിന് കേൾക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സുബിന് മാത്രമേ ആ തരത്തിൽ തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഹിസ്റ്ററി അറിയാവുന്നവർക്ക്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വാറിന്റെ കോണ്ടെക്സ്റ്റ് അറിയാവുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇറ്റ് ഈസ് വൺ സൈഡ് റിപ്പോർട്ടിംഗ്. ശരി, ഓക്കെ. സുബിനൊക്കെ വിശ്വസിക്കുന്നത് ഇവിടുത്തെ പരസ്യം തരുന്ന ആളുകളുടെ മേടിച്ച് അതുകൊണ്ട് ഈ ഇറാൻ അനുകൂലമായി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടർമാരൊന്നും ഇറാനിലോ അല്ലെങ്കിൽ ഇസ്രായേലിലോ ഇല്ല. അവിടുന്ന് പക്ഷേ മലയാളികളായ നിരവധി ആളുകളുണ്ട്, നേരിട്ട് അറിയാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരവിടുത്തെ ദൃശ്യങ്ങളടക്കം എടുത്തു വരുന്നുണ്ട്. ഇസ്രായേൽ തന്നെ അവിടെ ആക്രമണം നടത്തിയതിൻ്റെ വിവരങ്ങൾ അവർ തന്നെ അവിടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടിനെതിരെ നേരെ ഇസ്രായേൽ ഒക്കെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറയും BBC-യും റോയിറ്റേഴ്സും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട CNN അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരിട്ട് അറിയാൻ വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളിലും നിരവധി മലയാളികൾ അടക്കം ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. അതൊക്കെ അറിയുന്ന കാലത്ത് ചിലർ മാത്രം അവിടെ നിന്ന് പരസ്യം കിട്ടിയോണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളെയും ഈ ഇന്ത്യയിലെ പരസ്യക്കാർ പരസ്യം കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയേണ്ടി വരും സുബിനെ പോലുള്ള ആളുകൾക്ക്. അത് അന്ധമായ ഒരു ഭാഷം അത്ര ചിന്തിക്കുന്നവർക്ക് ആ തരത്തിലെ പറയാനും കഴിയും. ശ്രീ റഷീദാണ് പാലക്കാട് നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ അമേരിക്കയുടെ ഇടപെടലിനെ കാണുന്നത്? ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ബോംബിങ്ങിനെ കാണുന്നത്? നമസ്കാരമുണ്ട്. അല്ല, ഞാൻ ഇതിനെ കാണുന്നത് രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. അതെ, രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ്. അപ്പൊ പിന്നെ ഇതിനകത്ത് ഇന്ത്യ ഗവൺമെന്റിന് ഒരു നല്ല കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടിനനുസരിച്ചാണ് നമ്മൾ നീങ്ങേണ്ടുന്നത്. എത്രയോ കിലോമീറ്റർ ദൂരത്തിലാണ് ഈ രാജ്യങ്ങൾ കിടക്കുന്നത്. ശരി, ശ്രീ മാത്യു ആണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ മാത്യു, അമേരിക്ക എപ്പോഴും അവകാശപ്പെടുന്നത് ഞങ്ങൾ ലോകത്താകമാനം സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടെങ്കിൽ രണ്ട് വശത്ത് ന്യായവും അന്യായവും ഒക്കെ കാണും. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. പക്ഷേ അമേരിക്ക ഒരു പക്ഷം ചേർന്ന് മറ്റൊരു രാജ്യത്തെ ഇതിനൊരു അവസരമാക്കി ഉപയോഗിച്ചുകൊണ്ട് അതിനു നേരെ ബോംബ് വർഷിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സാറേ, ഇത് ഈ 18 ന്യൂസ് ചാനൽ വഴിയോ വേറെ ഏതെങ്കിലും ചാനൽ വഴിയോ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിന് ഏതാണ്ട് 4000 വർഷത്തെ പഴക്കമുള്ള ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് ബൈബിൾ, ഖുർആന് എന്ന് പറയുന്ന വേദപുസ്തകം ശരിക്കും പഠിച്ചിട്ടുള്ളവർക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാം. ഇത് ഇസ്രായേലിനെ ഒരു കാലത്തും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. അതാണ് അതിന് സത്യം. ഒരു കാലത്തും ലോകത്തിൽ ഒരു ശക്തിക്കും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലിനെ മാത്രമല്ല, ലോകത്ത് ഒരു രാജ്യത്തെയും ഒരു ശക്തിക്ക് ഇതുവരെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. താൽക്കാലികമായ പരാജയങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തെ ഇവരെ ചെയ്യാൻ പറ്റില്ല. ഈ ഇസ്രായേലിനെ ഇസ്രായേലിന് മാത്രമല്ല, ഇസ്രായേലിനെ ആയാലും ഇന്ത്യ ആയാലും ഇറാനെ ആയാലും ഒരു രാജ്യത്തെയും മറ്റൊരു രാജ്യത്തിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ വൻ ശക്തികൾ വിചാരിച്ചിട്ട് കഴിയുന്നില്ല. പിന്നല്ലേ അത് ഖുറാനിൽ പറയുന്നുണ്ടല്ലോ. ഖുറാനിലെ ബൈബിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് അതൊന്നും അല്ലല്ലോ കാര്യം. ചരിത്രത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യത്തിനും മറ്റു രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കാനൊന്നും കഴിയില്ല. സ്വാഭാവികമായിട്ട് 4000 വർഷങ്ങൾക്ക് മുമ്പാണ് വിലക്ക് വാങ്ങിച്ച സ്ഥലമുണ്ട് പലസ്തീന്. ശലോമോൻ ദേവാലയം പണിത് ഈ പറയുന്ന 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. 1948 ഇതുമായിട്ടൊക്കെ എന്താണ് ബന്ധം? അല്ല, ബന്ധമുണ്ട്. ഇത് ചരിത്രമാണ് വേദവചനമാണ്. സാർ ബൈബിളും ഖുറാനും കൂടെ താരതമ്യം ഞാനൊരു ബുക്ക് അങ്ങോട്ട് അയച്ചു തരാം. ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം ഇറാഖിലും ഇറാനിലും പലസ്തീനിലും ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം പോയത്, ഇസ്രായേലിലെല്ലാം. എന്നിട്ട് എഴുതിയൊരു ബുക്കുണ്ട് ഞാൻ. അതിനകത്ത് ഈ വിഷയങ്ങളെല്ലാം ഉണ്ട്. അവരെ പേരെന്താണ്? ലോകത്ത് അമേരിക്ക വിചാരിച്ചാൽ പോലും ഇസ്രായേലിനെ തൊടാൻ പറ്റില്ല.
അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അത് സാറ് 2 lakhs സയന്റിസ്റ്റുകളുള്ള രാജ്യമാണ്, യഹൂദ സയന്റിസ്റ്റുകളുള്ള രാജ്യമാണ് ഈ പറയുന്ന ഇസ്രായേല്. അയ്യോ, അമേരിക്ക യഹൂദ ശാസ്ത്രജ്ഞന്മാരാ. മാത്യു, അങ്ങനെയൊന്നുമില്ല ലോകത്ത്. ഓരോ കാലത്ത് ഓരോ ശക്തികൾ വലിയ ശക്തികളായി നിൽക്കും. ചില കാലങ്ങൾ വരുമ്പോൾ ആ കാലം മാറുമ്പോൾ അവരൊക്കെ ദുർബലരാകും, മറ്റു ചില ശക്തികളൊക്കെ കടന്നു വരും. എല്ലാ കാലത്തും ഒരേ ആൾക്കാർ തന്നെ ശക്തമായി നിൽക്കണം എന്നൊന്നും ലോകക്രമത്തിൽ എവിടെയും ഇല്ലത്. കല്ലിൽ കൊത്തി എഴുതി വെച്ചോ, കല്ലിൽ കൊത്തി ഒരു രാജ്യത്തിനും ഒരു ലോകത്തിനും പറ്റത്തില്ല. ശരി, ഓക്കെ, ദൈവവചനമാണ്. ശരി, ഓക്കെ. എന്തായാലും പണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ആ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു. ചരിത്രം അറിയത്തില്ല, ബൈബിള് പഠിക്കുക, ഖുറാൻ പഠിക്കുക. ശരി, ഇസ്രായേൽ മക്കൾക്കുള്ളതാണെന്ന്. ശരി മാത്യു, അങ്ങനെ ഞാൻ ഒരു ബുക്ക് അയച്ചു. സാറിന്റെ പേരെന്തുവാ? ശരി, എന്റെ പേര് കിരൺ ബാബു എന്നാണ്. ന്യൂസ് 18 അഡ്രസ്സിലേക്ക് അയച്ചു. കിരൺ ബാബു, ഞാൻ എഴുതിയ ബുക്ക് അങ്ങോട്ട് അയച്ചു. വായിക്കാം, പുസ്തകം വായിക്കാം. എന്തായാലും ഏത് പുസ്തകമായാലും വായിച്ചിരിക്കുന്ന നല്ലതാണല്ലോ. ഓരോരുത്തരുടെയും വാദഗതികൾ എന്താണ് ഏറ്റവും നല്ല. കാരണം ഇത് ഇത് പക്ഷപാതം പിടിക്കുകയില്ല. ഇസ്രായേലിൽ ആർക്കും തൊടാൻ പറ്റില്ല. ഇല്ല, താങ്കൾ പക്ഷപാതി അല്ല എന്ന് താങ്കളുടെ വാചകത്തിൽ നിന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി. അതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിടിക്കുകയല്ല, പക്ഷെ എന്നാൽ അവർക്ക് പക്ഷമുണ്ട്. ശരി, ഇറാൻ മോശം, ഇറാൻ പുരാതന രാജ്യമാണ്. ശരി ശ്രീ മാത്യു. പേർഷ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീ സുബിനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സുബിൻ, തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ദീപു കൂടി ചേരുന്നുണ്ട്. ശ്രീ ദീപു, അമേരിക്ക ലോകത്താകമാനം ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാനാണ്, ലോക സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അവരിപ്പോൾ ഈ യുദ്ധത്തിൽ സമാധാനം അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് ശ്രമിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യമാണ്. പക്ഷെ അവർ ഒരു പക്ഷം ചേർന്നിപ്പോൾ ബോംബിട്ടിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? അമേരിക്ക ലോകത്തിലെ സമാധാനം ഉണ്ടാക്കാനുള്ള രാജ്യമാണെന്നാണ് നമ്മൾ പറഞ്ഞാല് ഈ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയും? ഇവിടെ എന്തെങ്കിലും ഒരു സമാധാനത്തിന്റെയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ UN-ലോ മറ്റോ വന്നു കഴിഞ്ഞാൽ അതിനെ വീറ്റോ ചെയ്തത് ഇല്ലാതാക്കുന്നത് നമ്മൾ സമീപത്തൊക്കെ കണ്ടതല്ലേ. ഇവിടെ ഒരാൾ വന്ന് പറയുകയാണ്, എത്ര മനുഷ്യത്വരഹിതമായാണ് സംസാരിക്കുന്നത്. അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ജീവിക്കാം, മറ്റുള്ളവരൊക്കെ ഇസ്രയേൽ എന്ന രാജ്യത്തിന് മാത്രമേ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾക്കും അവരുണ്ടാക്കുന്ന കുറെ പേർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ. ചുറ്റുമുള്ളവരൊക്കെ സ്ട്രേ ഡോഗ്സ് ആണെന്നാ പറയുന്നത്. എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നത്? അതായത് അവര് മാത്രം ജീവിക്കാം, മറ്റുള്ളവരൊന്നും ജീവിക്കരുത്, അവരെ ആക്രമിക്കാം. അവരെ ആക്രമിക്കുമ്പോൾ അവർ തിരിച്ചാക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊരടി വല്ലപ്പോഴും ഒരു അടി കൊടുക്കുമ്പോൾ അപ്പോഴത്തേനും ഇതാ ഞങ്ങളെ അടിക്കാൻ വന്നു, അപ്പൊ ഇവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ. അപ്പൊ ഇവരാരാ? ജന്മിമാര്. ഇവരാരെ ഈ ലോകത്ത് ഇവർ മാത്രമേ ജീവിക്കാൻ കഴിയൂ എഴുതി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ആണോ? ഏത് തരത്തിലാണ് ഇവരുടെയൊക്കെ മനസ്സിരിക്കുന്നത്? ഏത് തരത്തിലാണ് ഇവർ ഈ ലോകത്തെ കാണുന്നത്? ലോകത്തെ ഞാൻ ചോദിക്കട്ടെ, ഒരു യുദ്ധത്തിന് കുറച്ച് നിയമങ്ങളില്ലേ? അടി കൊടുക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതിനെ മുഴുവൻ തടയല്ലേ? എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് അടി കൊടുത്തു പോലും ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ചരിത്രം പഠിപ്പിക്കാൻ നിൽക്കുകയാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ. അമേരിക്ക ഏത് കാലത്താണ് ഇവിടെ ഇതുണ്ടാക്കിയിട്ടുള്ളത്? എല്ലാവിടെയും അമേരിക്ക അവരുടെ ലോക എല്ലാവരെയും നശിപ്പിക്കാനുള്ള ശ്രമം മാത്രമല്ലേ അമേരിക്ക നടത്തിയിട്ടുള്ളത്? എവിടെയാണ് അമേരിക്ക സമാധാനം കണ്ടെത്താനുള്ള ഏതെങ്കിലും ഒരു ചരിത്രം പറഞ്ഞു തന്നെ? ഈ പറയുന്ന വന്നവര് അവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റൂ, ബാക്കിയുള്ളവരും പട്ടിയും പൂച്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പശുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? ഇതൊന്നും ഈ ചാനലിൽ തന്നെ വന്ന് സംസാരിക്കുന്നവർക്ക് അവർക്കൊക്കെ തക്ക മറുപടി അപ്പൊ തന്നെ കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ള ജീവിക്കുന്നവരെ പട്ടികളെന്ന് പറയുക? അല്ല, അങ്ങനെയല്ല. പുള്ളി പറഞ്ഞ ആശയം വേറെ തരത്തിലാണ് പറഞ്ഞത്. അല്ല, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ശ്രീ ദീപ. അത് അങ്ങനെ പട്ടികളെന്ന് വിളിച്ചല്ല, സ്ട്രേ ഡോഗ്സിനെ വളർത്തുന്നുള്ള മട്ടിൽ വേറെ തരത്തിൽ പരോക്ഷമായി ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് കാണുമായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അതൊക്കെ ശരിയാണ് കാണുന്നത്. അവര് ലോകത്തെ കാണുന്നത് അങ്ങനെയാണ്. അവർക്ക് മാത്രമേ ജീവിക്കാൻ ഈ ലോകത്ത് അധികാരമുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവൻ പട്ടിയും പൂച്ചയും പുഴുവും ഒക്കെ ആണെന്നുള്ള ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. ശരി, ഓക്കെ. ശ്രീ ദീപു. ശ്രീ മോനിച്ചനാണ് തോട്ടപ്പള്ളിയിൽ നിന്ന്. ശ്രീ മോനിച്ചൻ, താങ്കൾ എങ്ങനെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇടപെടലിനെ കാണുന്നത്? അത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണോ അതോ അത് പ്രശ്നം വഷളാക്കാൻ വേണ്ടിയുള്ളതാണോ? ഒരിക്കലും സമാധാനം കിട്ടത്തില്ല സാറേ. അമേരിക്ക പോലെ രാജ്യം ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു കാലത്തും സമാധാനം കിട്ടത്തില്ല.
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. കാറ്റ്കിറ്റ് പറയുന്നു, ഹേയ് മിസ്റ്റർ കിരൺ, 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ട്രംപ് പറയുന്നു, ഇറാൻ അല്ലെന്ന് പറയുന്നു, ഏതാണ് ശരി എന്നറിയും. തകർത്തു എന്ന് പറയുന്നതും രണ്ടുപേരും പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇനി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയൊക്കെ പരിശോധന നടത്താതെ അക്കാര്യത്തിൽ ആര് പറയുന്നതാണ് പൂർണ്ണമായും ശരി എന്നൊന്നും അറിയാൻ കഴിയില്ല. രണ്ടുപേരുടെ ഭാഗത്ത് പറയുന്നതിനകത്തും ശരി കാണാനുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം ശക്തമായ ബോംബറുകളാണ് അവിടെ വർഷിച്ചത്. മറ്റൊന്ന്, ഇങ്ങനൊരു ആക്രമണം നേരത്തെ തന്നെ ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തു കാണും എന്നും പ്രതീക്ഷിക്കാം. എന്തായാലും മുഹമ്മദ് ഹാഫി പറയുന്നു, ഇസ്രയേലിൻ്റെ കാര്യത്തിൽ തീരുമാനം ആവും എന്ന് പറയുന്നു. എന്താ ഈ അത് ഒരാളെ ആക്ഷേപിച്ചിരിക്കുകയാണ്, അത് വേണ്ട. ഇസ്രയേൽ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് പറയുന്ന വ്യക്തികൾ പാകിസ്ഥാനെ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ, മുട്ടിടിക്കുമെന്നൊക്കെ പറയുന്നു വിനു പൊതുവാൾ കുപ്ലേരി. അത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രാജ്യമല്ലേ അമേരിക്ക പാകിസ്ഥാൻ്റെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയും ഒന്നുമല്ല, സൈനിക മേധാവിയെ തന്നെ വിളിച്ച് പ്രത്യേക വിരുന്നൊക്കെ കൊടുത്തതല്ലേ അമേരിക്ക. അപ്പോൾ അമേരിക്കയും ചെയ്തതിനെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരത്തില്ലേ ശ്രീ വിനു പൊതുവാൾ കുപ്ലേരി? സുബിൻ കിരണിനെ കീറിപ്പൊളിക്കുന്നു എന്നൊക്കെ പറയുന്നു വിനു പൊതുവാൾ കുപ്ലേരി എന്നാണ് പറയുന്നത്. നല്ല കാര്യം, എന്തായാലും താങ്കൾക്ക് സന്തോഷമുണ്ടായി. കിരണിന് കുറച്ച് വെള്ളം കൊടുക്കുന്നു, വെള്ളമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ശ്രീ കുപ്ലേരി. എന്തായാലും അതിന് പ്രശ്നമൊന്നുമില്ല. ദി പീപ്പിൾ ഹു ഡോണ്ട് ആക്ച്വൽ ഹിസ്റ്ററി ആൻഡ് ജിയോ പൊളിറ്റിക്സ് ഈസ് കമ്മിങ് ആൻഡ് എഡിക്ട് എന്ന് പറയുന്നത് ക്ലാസിക് എഡിക്ട് ഇസഡ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതാണ് അത്രയും കമൻറ്റുകൾ വായിക്കാതെ. ഇവർക്കെതിരെ ഇടുന്ന ഒരു കമൻറ്റ് പോലും ഈ ആങ്കർ വായിക്കില്ല, ഇതല്ലേ ഇരട്ടത്താപ്പ്, കഷ്ടം കിരൺ സാറേ എന്നൊക്കെ വിനു പൊതുവാൾ കുപ്ലേരി പറയുന്നു. ഏത് കമൻറ്റാണ് വിനു പൊതുവാൾ കുപ്ലേരി വായിക്കാതിരിക്കുന്നത്? താങ്കൾ ഒരേ ആംഗിളിൽ നിരന്തരം വന്ന് കമൻറ്റ് ഇടുന്ന ആളാണ്. അത് എല്ലാ കമൻറ്റുകളും മാന്യമായ കമൻറ്റുകളാണെങ്കിൽ ചിലപ്പോൾ വായിക്കും, ചിലതൊക്കെ വായിക്കാതെ വിടും. അത് മാന്യമായ കമൻറ്റുകൾ അല്ലെങ്കിലാണ് വായിക്കാതെ വിടുന്നത്. അല്ലാതെ ഇരട്ടത്താപ്പ് എന്താണ്? താങ്കളുടെ കമൻറ്റുകൾ തന്നെ ഇത്രയും ഒന്നിലേറെ കമൻറ്റ് ഇട്ടു, അതെല്ലാം വായിച്ചില്ലേ? മറ്റൊന്ന്, ഡോമി റൈഡ്, ഇറാനെ ചാരമാക്കണം, കൂടെയുള്ള കുറേ പച്ചകളെ ഈ വിമാനത്തിൽ കയറ്റി ആകാശത്ത് വെച്ച് തീർക്കണമെന്നൊക്കെ പറയുന്നു. ആരെയാണ് പച്ചകളെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഗ്ലാഡിയേറ്റർ, ഭാരതം സ്വതന്ത്ര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ്, ഇറാനും ഒരു സ്വതന്ത്ര ജനാധിപത്യ മതേതര രാജ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ഒരു രാജ്യവും ഏതെങ്കിലും ഒരു മതഭരണത്തിൻ്റെ കീഴിലല്ല നിൽക്കേണ്ടത്. എല്ലായിടത്തും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെയാണ് വരേണ്ടത്. അത്തരം രാജ്യങ്ങളായി തന്നെ ലോകം മാറേണ്ടതുണ്ട്. അത് എന്ന് കരുതി ഒരു രാജ്യത്ത് അങ്ങനെയല്ല എന്ന് കരുതി മറ്റൊരു രാജ്യത്തിന് ആ രാജ്യത്ത് കയറി ആക്രമിക്കാനൊന്നുമുള്ള അവകാശമില്ല. അത് ആ രാജ്യത്തിൻ്റെ വിഷയമാണ്. ആ രാജ്യം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ രാജ്യങ്ങളും അത്തരം ജനാധിപത്യത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യക്കെതിരെ പറയാൻ പച്ചകളെ കഴിഞ്ഞ ആളുള്ളൂ എന്നൊക്കെ ഡോമി റൈഡ്, അത് ഇന്ത്യയിലെ അങ്ങനെയായിരിക്കും ഡോമി റൈഡ് ഉദ്ദേശിച്ചത്. എന്തായാലും അത് തീരെ മോശമാണ് ഡോമി റൈഡ്. സ്വന്തം പേര് പോലും പറയാൻ മടിച്ചുകൊണ്ട് ഇങ്ങനെ അപര വ്യക്തിത്വത്തിലൊക്കെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം വിഷം താങ്കളുടെ ഉള്ളിൽ നിന്നാൽ ഉള്ളിൽ നിന്ന് അത് പഴുത്ത് വല്ലാതെ പൊട്ടും വ്രണമായി എന്നതുകൂടി ശ്രീ ഡോമി റൈഡിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന യഥാർത്ഥ പേടിത്തൊണ്ടനായ ആൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്നതുകൂടി അറിയിക്കുന്നു. അദ്ദേഹം പിന്നെയും അങ്ങനെയൊക്കെ കുറേ ഗാസയിലേക്കും ഇറാനിലേക്കും വണ്ടി കയറിക്കോ എന്നൊക്കെ പറയുന്നു. ഗാസയിലേക്ക് ഇറാനിലേക്ക് വണ്ടി കയറണോ, പാകിസ്ഥാനിലേക്ക് വണ്ടി കയറണോ, മറ്റിടത്തേക്ക് വണ്ടി കയറണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഈ ഡോമി റൈഡ് ആരാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആർക്കെങ്കിലും ഒരു വിഭാഗത്തിന് ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അധികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും അവകാശമോ ഒന്നും കൂടുതലില്ല. എല്ലാവർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. എല്ലാവരും ഇന്ത്യക്കാരാണ്. അല്ല ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിക്കോ ഒന്നും അങ്ങനെ ഒരു അധിക അവകാശമൊന്നുമില്ല. ഒരാൾ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ ഒന്നുകിൽ അവനെ കൊല്ലുക അല്ലെങ്കിൽ അവനാൽ മരണപ്പെടുക എന്ന് മോഹൻദാസ് CS പറയുന്നു. താങ്കൾ അതിന് മറുപടി കൊടുത്തല്ലോ എന്ന് ജയകുമാർ പറയുന്നത് ഏതിനാണെന്ന് മനസ്സിലായില്ല. ഇത് മുമ്പ് പറഞ്ഞാൽ കമൻ്റായിരിക്കും. എന്തുകൊണ്ട് അമേരിക്ക പാകിസ്ഥാൻ്റെ ആണവ ശേഖരം നശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ശ്രീ ശശി ബാലകൃഷ്ണൻ ചോദിക്കുന്നു. അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇറാൻ്റെ കയ്യിൽ ആണവ ശേഖരം ഉണ്ടെങ്കിൽ ഇറാനേക്കാൾ അപകടകാരിയായ രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനും അങ്ങനെ ഏതെങ്കിലും ഒരു ധാർമ്മികതയോ നെറിയോ ഉള്ള രാജ്യമൊന്നുമല്ല. അവരുടെ കയ്യിലിരിക്കുന്ന ആണവ ശേഖരത്തിനും അവരുടെ സൈനിക മേധാവിക്കും എല്ലാം എല്ലാ പിന്തുണയും നൽകി എല്ലാം നിൽക്കുന്ന രാജ്യവും ഇതേ അമേരിക്ക തന്നെയാണ്. ഈ അമേരിക്കയിൽ വല്ലാതെ പക്ഷപാതം പിടിക്കുന്നവർ അതൊക്കെ കൂടി ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ശ്രീ മോനിച്ചനാണ് തോട്ടപ്പള്ളിയിൽ നിന്ന്. ശ്രീ മോനിച്ചൻ, താങ്കൾ പറഞ്ഞോളൂ. സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഈ അമേരിക്ക കാണിക്കുന്നത് ഒരു നല്ല രീതിയല്ല. മറ്റ് രാജ്യങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഇത് ചർച്ചയിലൂടെ പരിഹരിച്ചാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. അതായത് യുദ്ധം ഇനി നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിനും ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. യുദ്ധം ലോകത്തൊന്നിനും പരിഹാരമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ലോക ചരിത്രത്തിൽ ഒരു യുദ്ധം കൊണ്ടും ആരും ജയിച്ചിട്ടുമില്ല, ആരും പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടു കൂട്ടരും എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീ നാരായണനാണ്. ശ്രീ നാരായണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാർ, ഇത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് സാർ. യുദ്ധം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മാതാവാണ്.
അതാണ് വേറൊരു സത്യം. ഈ സമാധാനത്തിന്റെ മാതാവ് എങ്ങനെയാണ് യുദ്ധമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവര് പല ആയുധങ്ങൾ നിർമ്മിക്കുകയും പല തവണ ഇസ്രായേലിനെതിരെ ആ രാജ്യത്തെ ഞങ്ങൾ തീർക്കും, ഇല്ലാതാക്കും എന്ന് പറയുന്ന രീതിയിൽ പല തവണ അവരെ പല നേതാക്കന്മാരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇറാന് അവര് രാജ്യത്തെ സംരക്ഷിക്കുക, നിലനിർത്തുക എന്ന പോലെ തന്നെ ഇസ്രായേലിനും അവര് രാജ്യത്തെ സംരക്ഷിക്കാനും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് നിലനിൽക്കാനുമുള്ള അവകാശമുണ്ട്. ഇത് നമ്മളെ ഒരു നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 3 വലിയ യുദ്ധങ്ങളെ നേരിട്ട ഒരു രാജ്യമാണ്. നാരായണൻ, താങ്കൾ പറഞ്ഞു വരുന്നത് മനസ്സിലായി. ചെറിയൊരു സംശയം എൻ്റെത്, ഈ ഇസ്രായേലിന് ലോകത്ത് നിലനിൽക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ പലസ്തീനും ഇറാനും ഒക്കെ ലോകത്ത് നിലനിൽക്കാൻ അവകാശമുള്ള രാജ്യങ്ങൾ തന്നെയല്ലേ? പലസ്തീനും അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് ആ രാജ്യം, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഒരു 30 വർഷം മുമ്പ് ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ വലിപ്പവും രാജ്യത്തിന്റെ അതിർത്തികളുമാണോ ഇപ്പോൾ ആ രാജ്യത്തിനുള്ളത്? സർ, ഞാൻ അവിടേക്ക് വരാം. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ആ രാജ്യം അതിനെ വിസ്തൃതി കൂട്ടിയത്? ഓരോ യുദ്ധത്തിലുമാണ്. ഈ യുദ്ധങ്ങളൊന്നും തുടങ്ങി വെച്ചത് ഇസ്രായേലല്ല. അത് നല്ല കാര്യമാണ്. യുദ്ധത്തിലെല്ലാം തുടങ്ങി വെച്ചത് ഇസ്രായേൽ. ലോകത്തെ എല്ലായിടത്തും യുദ്ധങ്ങൾ തുടങ്ങി വെച്ചത് ഇസ്രായേൽ എന്ന് പറയാൻ ഏത് യുദ്ധമാണ് ഇസ്രായേൽ തുടങ്ങി വെക്കാത്തത്? പലസ്തീനുമായിട്ടുള്ള യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേൽ അല്ല, പിന്നെ വേറെ ആരാണ്? ഞാൻ പറഞ്ഞതാ സർ. 1962 ഓർമ്മയുണ്ട്, ഇസ്രായേൽ അറബ് യുദ്ധം, ഏറ്റവും വലിയ ഇസ്രായേൽ നേരിട്ട ചരിത്രപരമായ. നമുക്ക് അത്തരം ചരിത്രത്തിലേക്ക് പോകാൻ ദീർഘമായ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഇസ്രായേൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ യുദ്ധവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും സമാധാനപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രാജ്യമൊന്നുമല്ല. ഇറാന്റെ ഭാഗത്ത് താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഇറാനും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അതെല്ലാം വേറെ കാര്യം. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു യുദ്ധത്തിലേക്കല്ല ലോകം പോകേണ്ടത്. ലോകം സമാധാനത്തിലൂടെ, ചർച്ചയിലൂടെ, സമാധാനത്തിലൂടെ പരിഹരിക്കേണ്ടതല്ലേ? സമാധാനത്തിലേക്ക് പോകണമെങ്കിൽ പല തവണ ഇറാനോട് പറഞ്ഞിട്ടുണ്ട് ആണവ നിർവ്യാപനം. ഇതേ ആണവായുധം തന്നെയല്ലേ ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്നത്? ഇതേ ആണവായുധം തന്നെയല്ലേ ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്നത്? അവിടേക്ക് വരാം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനെ കയ്യിലിരിക്കുന്നത് ഇസ്രായേൽ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട രാജ്യമായി മാറുന്നത്? ഏത് തരത്തിലാണ് താങ്കൾ പലസ്തീനിലടക്കമുള്ള 100 കണക്കിന് 1000 വരുന്ന ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട രാജ്യമാകുന്നത്? പാകിസ്ഥാന്റെ കയ്യിലുണ്ടല്ലോ, പാകിസ്ഥാന്റെ കയ്യിലും ആണവായുധം ഉണ്ടല്ലോ. പാകിസ്ഥാൻ ഉത്തരവാദിത്തപ്പെട്ട രാജ്യമാണോ? ഞാൻ പറഞ്ഞില്ല സാർ, രണ്ടും മറുപടി പറഞ്ഞില്ല സാർ. അതായത് ഇസ്രായേൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ എന്നെങ്കിലും ഇതുപോലെ എടുത്തു കളയും, കത്തിച്ചു കളയും എന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ പാകിസ്ഥാന്റെ കയ്യിലുള്ള ആയുധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു അമേരിക്കയുടെ ലോക പോലീസ് ആധിപത്യത്തിനെതിരെ ഒരിക്കലും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സംസാരിച്ചിട്ടില്ല. എന്നും അമേരിക്കയ്ക്ക് വിനീത വിധേയമായിട്ടേ ആര് നിന്നിട്ടുള്ളൂ? ഈ പാകിസ്ഥാൻ നിന്നിട്ടുള്ളൂ. പക്ഷെ അവരെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഒരിക്കലും പാകിസ്ഥാൻ നേരെ തിരിയാതെ. അമേരിക്കയ്ക്ക് ഇത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. അമേരിക്കയ്ക്ക് വിധേയമായി നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണവായുധം വെക്കാം. അമേരിക്കയ്ക്ക് വിധേയം അല്ലെങ്കിൽ ആണവായുധം വെക്കരുത്, അത്രയല്ലേ ഉള്ളൂ അവസ്ഥ. അതാണ് അത് പറഞ്ഞാൽ അതിന് പിന്നെ കൂടുതൽ സൈദ്ധാന്തിക കാര്യമൊന്നും പറയേണ്ടതില്ല. അതിനൊറ്റ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ അമേരിക്കയ്ക്ക് അടിമയായി നിന്നാൽ, അമേരിക്കയ്ക്ക് വിധേയനായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണവായുധം വെക്കാം, ആരെയും ആക്രമിക്കാൻ അമേരിക്കയുടെ സഹായം കിട്ടും. നിങ്ങൾ ഞങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ലോകസമാധാനത്തിന് ഭീഷണിയാണെന്ന് പറയും, തട്ടും. അതിനും വേറെ ചരിത്രവും പറയേണ്ടത് ഇസ്രയേലും അമേരിക്കയും മറ്റേ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. സാധാ ലോക്കൽ ഗുണ്ടകളും അങ്ങനെ തന്നെയാണ്. ലോക്കൽ ഗുണ്ടയ്ക്കൊപ്പം നിന്നാൽ നിങ്ങൾ കൊള്ളാം, ലോക്കൽ ഗുണ്ടയ്ക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ അയാളെ അടിച്ചമർത്തും. അത് തന്നെയാണ് ചന്തയിൽ ഗുണ്ടകളും ചെയ്യുന്നത്. ഒരു മിനിറ്റ് സാർ, ഞാൻ പറയട്ടെ. ഇത് അങ്ങനെ അമേരിക്കക്കെതിരെ അത് വേറെ കാര്യം സാർ. ഈ അഫ്ഗാനിസ്ഥാനിലെ മുൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഈ മുജാഹിദീൻ ഗറില്ലകൾക്ക് തോക്കും ബോംബും ആയുധങ്ങളും കൊടുത്തിട്ട് അന്ന് നജീബുള്ള സർക്കാരിനെ ഈ അട്ടിമറിച്ച അമേരിക്കയാണ്. അന്ന് ഇസ്ലാമിക ലോകത്തിന് അമേരിക്ക പ്രിയപ്പെട്ടതായിരുന്നു. ഈ ഇറാനിൽ ഈ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഖുമേനി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ നാരായണൻ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതുമായിട്ടൊക്കെ എന്താണ് അതിനെ അത്രത്തോളം ബന്ധപ്പെടുത്തേണ്ട വിഷയമൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ അമേരിക്കയ്ക്ക് ഇതിനകത്ത് താങ്കൾ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കും, അതുകൊണ്ട് പാകിസ്ഥാനിൽ ആണവായുധമാകാം, കുഴപ്പമില്ല. ഇസ്രായേൽ അമേരിക്കയ്ക്കെതിരെ നിൽക്കില്ല, അതുകൊണ്ട് ഇസ്രായേലിൽ ആണവായുധമാകാം. ഇറാൻ അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കില്ല, അമേരിക്ക പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ട് ഇറാനിൽ ആണവായുധം വേണ്ട. അത്രയല്ലേ ഉള്ളൂ.
അതായത് അത് അങ്ങനെ വരാനുണ്ടായ ലോകം അങ്ങനെ ഒരു ഒരു ചേരിതിരിവ് ഉണ്ടാവാനുണ്ടായ കാരണം ഈ USSRന്റെ കീഴിലുണ്ടായിരുന്ന വാഴ്സ സഖ്യം പൊട്ടുകയും അമേരിക്ക പൂർണ്ണമായും ചരിത്രപരമായ ഒട്ടേറെ കാരണങ്ങളുണ്ട് ലോകത്ത്. അങ്ങനെ കാരണങ്ങളിലേക്ക് നമുക്ക് വിശദമായി പോകാൻ കഴിയില്ല അല്ലെ? താങ്കൾ ആദ്യ പക്ഷത്തിൽ ഈ വല്ലാതെ അങ്ങ് ന്യായീകരിക്കുന്നുണ്ടോന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞതാണ്. ന്യായീകരിക്കും സാർ, അത് എന്താണെന്ന് വെച്ചാൽ ന്യായീകരിക്കുന്ന കാര്യം എന്താണ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രത്തെ ഇത്തരത്തിലുള്ള ലോക മൊത്തം നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആണവായുധ ശേഖരം വന്നു കഴിഞ്ഞാൽ അവരടുത്ത് പ്രയോഗിക്കും. ഇസ്രയേൽ ഉപയോഗിക്കില്ലെന്നാണ് നമുക്ക് ഉറപ്പ്. പാകിസ്ഥാൻ ഉപയോഗിക്കില്ലെന്നാണ്. പാകിസ്ഥാനിലൊക്കെ ഏത് സമയത്താണ് പട്ടാള അട്ടിമറി നടക്കുന്നതെന്ന് പോലെ ഇന്നിപ്പോൾ തന്നെ പ്രതികരണം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അപലപിക്കുമ്പോൾ അവിടെ സൈനിക മേധാവി അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അവിടെയൊക്കെ ഏത് സമയത്ത് പട്ടാള അട്ടിമറി നടക്കാം. നാളെ ആരുടെ കയ്യിലേക്കും ഈ ആണവായുധം എത്താം. സാർ മറുപടി തരാം. ഈ നമ്മളുമായി ഡിപ്പെൻഡായ 3 ദിവസത്തെ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ കിരാന ഹിൽസിലുള്ള അവര് ആണവ ശേഖരത്തിന്റെ എൻട്രൻസിലും ഇന്നിലും ഔട്ടിലും നമ്മൾ ബ്രഹ്മോസ് മിസൈൽ വെച്ച് അടിച്ചപ്പോഴാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെട്ടത് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട്. ഇന്ത്യക്കെതിരെ അവൻ ആ സാധനം പൊങ്ങുന്നതിന് മുമ്പ് തലക്കിട്ടടിക്കാനുള്ള കഴിവും ശേഷിയും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് പറഞ്ഞ ശ്രീ നാരായണൻ, ഇന്ത്യക്കായാലും പാകിസ്ഥാനായാലും ആണവായുധം ഒരുത്തൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര ചെറിയ രാജ്യമായിക്കോട്ടെ വലിയ രാജ്യമായിക്കോട്ടെ ഒരാൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ലോകനാശത്തിലേക്കായിരിക്കും പോകുന്നത്. അല്ലാതെ ഒരു രാജ്യത്തിന് ഇപ്പൊ അമേരിക്കയെ പോലെ ഏറ്റവും ലോകത്തെ വലിയ രാജ്യത്തിലാണ് ടിൻ ടവർ പോയി ഇടിച്ചു തകർത്തത്. അങ്ങനെ യുദ്ധത്തിൽ അങ്ങനെ ഇസ്രയേൽ പോലെ ഇസ്രയേലിനെ എല്ലാം അയൺ ഡോം എന്നൊക്കെ പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സംവിധാനമുള്ള രാജ്യത്താണ് 1500-2000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഡ്രോണൊക്കെ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ മിസൈലുകൾ നടത്തി ഡ്രോണൊക്കെ പറഞ്ഞ് അവിടെ എത്തണമെങ്കിൽ 9 മണിക്കൂർ 8 മണിക്കൂർ എടുക്കും. അങ്ങനെ ആകാശം മൊത്തം പതിയെ പറന്ന് അവിടെ പോയി ബോംബിടുന്നത്. അപ്പോൾ അതൊക്കെ നടക്കും. അതൊന്നും അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ലോകത്തെ ഒരു രാജ്യത്തിന്റെ പെർഫെക്റ്റ് അല്ല. അതേപറ്റി പറയാം സാർ, അതേപറ്റി പറയാം. സാറ് പറഞ്ഞു 2000 കിലോമീറ്റർ വ്യത്യാസമാണ് ഇറാനിൽ നിന്ന് 1500 മുതൽ 2000 വരെ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഒരു ഹൈസിയും തെലവിയും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത്രയും കിലോമീറ്റർ വ്യത്യാസമുള്ളിടത്ത് ഡ്രോണിന്റെ പരമാവധി വേഗത 400 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 500 പരമാവധി കിട്ടും. 400 കിലോമീറ്റർ ആവറേജ് സ്പീഡുള്ള ഡ്രോണിന് 4-5 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിൽ എത്താൻ കഴിയും. അതേസമയം മിസൈലിന് വെറും 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ താഴെ 9 മിനിറ്റ് കൊണ്ട് വരെ എത്താൻ കഴിയുന്ന മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. ഞാൻ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ വായിച്ച കണക്കനുസരിച്ച് 9 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ടൊക്കെ എത്താൻ കഴിയുന്ന മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ആ മിസൈലുകളാണല്ലോ അവിടെ അടിച്ച് തകർത്തവർ. സാറേ ഓക്കെ സാർ, അയൺ ഡോൺ എന്ന് പറയുന്ന സംവിധാനം 80-90% വരെ എന്താവുന്നുള്ളൂ ഈ മിസൈൽ നശിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. 10 മുതൽ 20% മിസൈലുകൾ എവിടെ വീഴുന്നുണ്ട്? ഇസ്രായേലിൽ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ലോകത്തെ ഏത് പ്രതിരോധ സംവിധാനത്തിനും വീഴ്ചകളുണ്ട്. അങ്ങനെ 100 ഫുൾ പ്രൂഫായ ഒരു പ്രതിരോധ സംവിധാനം ലോകത്ത് ഒരു രാജ്യത്തിനും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് എത്ര മിസൈലുകൾ അയച്ചു? ഒരെണ്ണം ഇന്ത്യൻ മണ്ണിൽ വീണോ? ഒരെണ്ണം വീണില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അതിന് തടയാൻ കഴിഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാ കാലത്തും ഒരു രാജ്യത്തും, ഞാൻ ഇന്ത്യക്കെന്ന് മാത്രമല്ല അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അല്ലെങ്കിൽ ഏത് രാജ്യത്തിനായാലും എല്ലാ കാലത്തും എല്ലാ ആക്രമണങ്ങളെ ഒന്നും ഞങ്ങൾ ഫുൾ പ്രൂഫായി തടയും അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നൊന്നും ഒരവസ്ഥയില്ല. ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ ഒരു രാജ്യം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 100 എണ്ണം അടിച്ചാൽ ഒന്നിനെ വീഴ്ത്താൻ ഇവർക്ക് എല്ലാവർക്കും ഏത് രാജ്യത്തും കഴിയും. സത്യമാണ്. അത് ഒരു എന്താ പറയാ, ഒരു ശരി തന്നെയാണ്. കാരണം 100% യുദ്ധത്തിൽ ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കും. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ ഇറാൻ എന്ന് പറയുന്ന കൺട്രിക്ക് ആണവ നിർഗ്ഗാപന കരാറിൽ ഒപ്പുവെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. താങ്കളെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. മറ്റുള്ളവരുടെ സമയം കൂടി അല്പം കൊടുക്കേണ്ടതുണ്ട്. ശ്രീ അശോക് കുമാറാണ് കാഞ്ഞിരങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അശോക് കുമാർ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. നമ്മളെല്ലാം മനുഷ്യരല്ലേ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുമോ? താങ്കളെ TV മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാത്തത്. ദയവേദി TV മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ കണ്ണനാണ് സമാധാനത്തിനെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്. ശരി, ഓക്കെ. ശ്രീ കണ്ണൻ ആണ്. ശ്രീ കണ്ണൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്തേ സാർ. നമസ്കാരം സാറേ. നമ്മള് വർഷങ്ങളായിട്ട് നമ്മൾക്കറിയാം ഈ അമേരിക്കയുടെ സ്വഭാവം. കാരണം വെച്ചാല് അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ആയുധ കച്ചവടമാണ്. അപ്പോൾ ഒരിക്കലും അവരാഗ്രഹിക്കുന്നില്ല ഈ ലോകത്തിൽ ഒരു അടുത്തും സമാധാനം. അതായത് എപ്പോഴും അവർക്ക് യുദ്ധം വേണം. ഇപ്പൊ തന്നെ ട്രംപ് ബിസിനസ്സുകാരനാണ്. അതുപോലെ തന്നെ അവരുടെ രാജ്യത്ത് തന്നെയല്ല, ഇപ്പൊ ഇറാനിലും ഉണ്ട്, പാകിസ്ഥാനിലും ഉണ്ട്, ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ബിസിനസിന്റെ ഏജന്റുമാരുണ്ട്. ഈ ഓരോ യുദ്ധം നടക്കുമ്പോൾ അതിന്റെ സാമഗ്രികൾ കച്ചവടം ചെയ്യുന്ന ഇവരൊന്നും ഒന്ന് ചിന്തിക്കുക. ഈ എല്ലാവരും മനുഷ്യനാണ്.
ഈ മതങ്ങളും ഈ മതഭ്രാന്തും അല്ലാതെ നമ്മൾ മനുഷ്യനായിട്ട് എല്ലാവരും കാണണമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും മനുഷ്യരാണ്. മതത്തിൻ്റെ പേരിലോ രാജ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയത്തിൻ്റെ പേരിലോ ഇങ്ങനെ ഭ്രാന്ത് എടുക്കേണ്ടതില്ല. അങ്ങനെ മതവും രാജ്യവും മറ്റ് സ്നേഹവും എല്ലാം ആകാം, പക്ഷേ ഇതെല്ലാം ആത്യന്തികമായി ലോകത്തെല്ലായിടത്തും ഉള്ളത് മനുഷ്യരാണ് എന്നുള്ള ഒരു മാനവിക ബോധം തന്നെയാണ് വേണ്ടത്. അത്തരം ഒരു ആശയം കൂടിയാണ് ശ്രീ ആലപ്പുഴയിൽ നിന്നും ശ്രീ കണ്ണൻ പറഞ്ഞത്. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾ കുറച്ച് നാളായെന്ന് തോന്നുന്നു പൊതുവേദിയിൽ പ്രതികരിച്ചിട്ടല്ലേ? താങ്കൾക്ക് പറയാം. അല്ല, വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ശരി, ഓക്കെ, പറഞ്ഞോളൂ. അതുകൊണ്ടാണ് കിരൺ പറഞ്ഞോളൂ. അല്ല കിരൺ, ഈ ബോംബിട്ടാണോ സമാധാനം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബോംബിട്ട അവർ സറണ്ടർ ചെയ്ത് സമാധാനത്തിലേക്ക് പോയാലോ അങ്ങനെയും ചിന്തിക്കരുതോ നമ്മൾ. അങ്ങനെ ലോകത്ത് ഇതുവരെയും എവിടെയും ആക്രമണം നടത്തി വിജയിച്ച് സമാധാനം ഉണ്ടായിട്ടില്ല. അതെല്ലാം ഏതെങ്കിലും തരത്തിൽ താൽക്കാലികമായി ആരെങ്കിലും പിൻവാങ്ങാനോ അല്ലെങ്കിൽ നിശബ്ദരാക്കാനോ കഴിയും. ആത്യന്തികമായ ഒരു സമാധാനം ആയുധം കൊണ്ട് ഇതുവരെയും നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു സുന്നി രാജ്യമായിരുന്ന ഇറാൻ എങ്ങനെ ഷിയ രാജ്യമായി, ആ ഷിയ രാജ്യമായിരുന്ന ഇറാനിൽ ഷായുടെ ഭരണകാലത്ത് എങ്ങനെ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധം പുലർത്തി, ആ കാലത്ത് എങ്ങനെയാണ് അമേരിക്ക ഇറാന് ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. പിന്നെ അവിടെ അട്ടിമറി ഉണ്ടായി റാഡിക്കൽ ഇസ്ലാം ഭരണത്തിൽ വന്നപ്പോൾ അവര് ആ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ യുദ്ധ സാമഗ്രികൾക്ക് വേണ്ടി മാറ്റിയപ്പോഴാണ് അമേരിക്ക അവരുമായിട്ട് ഉടക്കുന്നത്. പിന്നീടാണ് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാകുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ USSR എന്ന് പറയുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യ, കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഈ അറബ് രാഷ്ട്രങ്ങളും എല്ലാം ഉൾപ്പെടെയാണ് ഇറാനെ ആക്രമിച്ചത്. കേവലം 15% ലോകത്ത് ഷിയാകള്. ആ ഷിയാകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു സുന്നികളുടെ ആവശ്യം അന്നും ഇന്നും എപ്പോഴും. അപ്പൊ ഇതൊക്കെ ഒരു വല്ലാത്ത രാഷ്ട്രീയം നമ്മൾ കാണുന്നതിനപ്പുറം നിൽക്കുന്നുണ്ട്. ഇവിടെ ഇറാൻ ചാടിക്കയറി ഇസ്രായേലില്, അതായത് ഈ റാഡിക്കൽ ഇസ്ലാം കമ്മ്യൂണിയുടെ കാലത്ത് ഷായെ അട്ടിമറിച്ച് ഭരണം എടുത്തു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ട് കയറി പാലസ്തീനിന്റെ ഇടയ്ക്കോട്ട് കയറിയിട്ട് തീവ്രമായിട്ട് ഹമാസ് പോലെയുള്ള സംഘടനകളെ ഉണ്ടാക്കി അവർ ഇസ്രായേലുമായിട്ട് ആക്രമിക്കാൻ പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ പോയപ്പോൾ എന്തുകൊണ്ടെന്നാൽ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും എന്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തില്ല? കാരണം അവർക്ക് ഇറാനെ ഭയമാണ്. ഇറാൻ മുൻപോട്ട് വെക്കുന്നത് രാജഭരണമല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ രാജഭരണമുണ്ട്. ശരി, അവിടുത്തെ ചരിത്രപരമായ വിഷയങ്ങൾ കൂടി അതിൽ ഉണ്ട്. ഇറാനും ഇറാഖും തമ്മിൽ ദീർഘകാലം നീണ്ടുനിന്ന യുദ്ധങ്ങളുടെ ചരിത്രം അടക്കം അത്തരം രാഷ്ട്രീയം കൂടി, അത്തരം മതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം കൂടി അതിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കാണേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്തായാലും ലോകക്രമം നിൽക്കുന്നത്. ശ്രീ ഹാഷിമാണ് ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. ശ്രീ ഹാഷിം, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ ഇസ്രായേൽ എന്ന രാജ്യം പറഞ്ഞോ. ഇസ്രായേൽ എന്ന രാജ്യം ലോക രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ആഗ്രഹം TV മ്യൂട്ട് ചെയ്യാമോ? അവരെ ആഗ്രഹം ഇസ്ലാമിക രാജ്യങ്ങൾ മൊത്തം അടിച്ച് തരിപ്പണമാക്കണം. അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി അമേരിക്കയും. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളോടും അവർക്ക് അങ്ങനെ ഒരു ഇതില്ല. ചില ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അവരോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളൊക്കെയാണ്. അല്ല, ഇസ്രായേലി ജൂത രാഷ്ട്രങ്ങൾക്കുള്ള അവരുടെ ആഗ്രഹമാണ് ഇസ്ലാമിക രാജ്യം നശിപ്പിക്കുക. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഹാഷിം. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളോടും ഇസ്രായേലിന് വിരോധമില്ല. ഇസ്രായേലുമായി ചങ്ങാത്തത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളും ഉണ്ട്. എന്താണ് ഈ അമേരിക്കയും ഇസ്രായേലും കൂടെ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രാന്തം? ലോക ജനങ്ങൾക്ക് സമാധാനമില്ല. അത് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഈ രണ്ട് രാജ്യങ്ങൾ ലോക രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ശരി, അങ്ങനെയാണ് നമ്മളുടെ എല്ലാവരും പ്രതീക്ഷ. അങ്ങനെയാണ്. ശ്രീ ഹാമിലാണ്, ഹാമിൽ റാഫേൽ ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ഹാമിൽ റാഫേൽ, താങ്കൾ പറഞ്ഞോളൂ. അമേരിക്കയുടെ ഈ ലോക ഗുണ്ടായുസം, അമേരിക്കയുടെ ഈ ലോക പോലീസ് കളിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ലോകം തന്നെ നശിക്കുന്ന രീതിയിലേക്ക് പോകും. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഡൊണാൾഡ് ട്രംപാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്. പാകിസ്ഥാനിലെ ഇന്നലെ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണ്ട് ഈ ഇസ്രായേലിലെ ഭരണാധികാരിയും പാലസ്തീനിലെ യാസർ അറാഫത്ത് രണ്ടുപേർക്കും സംയുക്തമായി ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയതാണ്. പക്ഷേ ഇതിലേക്ക് എവിടെയാണ് പോകുന്നത്? ഈ സമാധാനം കൊണ്ട് മാത്രമേ ഈ ലോകത്ത് നന്മ വിളയൂ. ഈ മനുഷ്യരുടെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും
നമ്മുടെ പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം പേരും സമാധാനത്തിൻ്റെ പക്ഷത്ത് തന്നെ നിൽക്കുന്നവരാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് നിർദ്ദേശിച്ചവർ കൂടിയായിരുന്നു. അമേരിക്കയുടെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുന്ന നിലപാടല്ല, അല്ലെങ്കിൽ അമേരിക്കൻ ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി എന്നവരായിരുന്നു കൂടുതൽ പേർ അഭിപ്രായം പറഞ്ഞത്. അങ്ങനെയല്ല, ഇത് ഇസ്രായേലിന് അതിങ്ങനെയൊക്കെയുള്ള ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നും ഇസ്രായേലിൻ്റെ നടപടിയെ പൂർണ്ണമായി ന്യായീകരിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. വ്യത്യസ്തമായ വീക്ഷണകോണുകളാണ് ലോകത്തിൻ്റെ ഇത് ചരിത്രവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ആഴത്തിൽ പറഞ്ഞ പ്രേക്ഷകർ അടക്കമുണ്ട്. ഇന്നും ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമല്ല, എത്രയോ ചരിത്ര അതീത കാലം മുതലുണ്ടായ തർക്കങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഉൾപ്പിരിവുകളും അടക്കം ഉണ്ട്. ഈ ബന്ധങ്ങളടക്കം മാറി പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന രാജ്യങ്ങൾ പിന്നീട് മാറിയതെങ്ങനെ എന്നതടക്കം പറഞ്ഞ പ്രേക്ഷകരുണ്ട്. എന്തായാലും എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.